സോഷ്യൽ മീഡിയ വിചാരിച്ചാൽ ഒരു പടം വിജയിപ്പിക്കാനും നശിപ്പിക്കാനും പറ്റും. അല്ല, നല്ലൊരു സിനിമ ഫസ്റ്റ് തന്നെ ടേക്ക് ഓഫ് ചെയ്താൽ പിന്നെ സോഷ്യൽ മീഡിയ അതിന് അനുകൂലമായിട്ടേ പോകുള്ളൂ, ആ കാറ്റിന് അനുകൂലമായിട്ടേ പോകുള്ളൂ. അല്ലെങ്കിൽ ഇവന് ബുദ്ധിയില്ല എന്ന് പറയും ഇടുമ്പോൾ. പിന്നെ ഒരു വളർന്നു വരുന്നൊരു ചെടിയെ നമ്മൾ കുറച്ച് സമയം കൊടുക്കണം. ഇപ്പോൾ റിവ്യൂവേഴ്സിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അത് ചിലപ്പോൾ ഇപ്പോൾ ഒരു വളർന്നു നിൽക്കുന്ന ആൽമരത്തിനൊന്നും പ്രശ്നം ഉണ്ടാവില്ല. മമ്മൂക്കയുടെയും ലാലേട്ടൻ്റെയൊക്കെ പടങ്ങൾക്ക് എഫക്റ്റ് ആവില്ല. പക്ഷേ ചെറിയ പടങ്ങൾ വന്ന് പിറ്റേ ദിവസം തന്നെ അതിനെ നശിപ്പിക്കരുത്. കാരണം അതൊരു പുതിയ ചെടിയാണ്. അതിൻ്റെ കേടുകൾ, അതിന് വരുന്ന കേടുകൾ, പുഴുക്കുത്തുകളൊക്കെ എടുത്ത് മാറ്റിയിട്ട് അതിൻ്റെ കൂമ്പൊടിച്ച് കളയാതിരിക്കുക. അപ്പോൾ അങ്ങനെ കൂമ്പൊടിക്കുന്നത് എഫക്റ്റ് ചെയ്യാറുണ്ട്. ഇപ്പം ഭയങ്കര പരോക്ഷമായിട്ട് റിവ്യൂവേഴ്സ് ഭയങ്കരമായിട്ടും കുറച്ച് അധികമായിപ്പോയി റിവ്യൂയിങ് എന്ന് തോന്നിയ ഒരു മലയാള സിനിമ ഏതെങ്കിലും ഒന്ന് പറയാൻ ഓർമ്മയുണ്ട്? അതായത് പടം വലിയ തരക്കേടൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ ഈ പറഞ്ഞ് നശിപ്പിച്ച് നമ്മളെയും കൂടെ കയറ്റാതെ അങ്ങനെ തോന്നിയ ഏതെങ്കിലും ഒരു മലയാള പടം ടിൻചേട്ടനുണ്ടോ? കണ്ടപ്പോഴത്തേക്കും ഈ പടം തരക്കേടുണ്ടായിരുന്നില്ലല്ലോ, പിന്നെ എന്തിനാ ഇവർ ഇത്രയും ക്രൂശിച്ചതെന്ന് തോന്നിയ ഏതെങ്കിലും ഒരു സിനിമ മനസ്സിൽ പറയാനുണ്ടോ? അത് ഞാൻ തന്നെ അഭിനയിച്ച സിനിമയാണ്. എനിക്കിനി എൻ്റെ ആ സിനിമയോടുള്ള ഇഷ്ടം കൊണ്ടാണോ എന്നറിയില്ല, പക്ഷേ ഇത് ഇത്രയും ക്രൂശിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. പക്ഷെ അത് ഇതിന് കാരണം വ്യക്തിപരമായ കുറേ വൈരാഗ്യങ്ങളും കാര്യങ്ങളുമാണ്. ബാഡ് ബോയ്സ് എന്ന് പറഞ്ഞ് അത് കണ്ടിട്ടുള്ളവർ എല്ലാവരും നല്ല രസമുണ്ടല്ലോ, നല്ല അതൊരു എൻ്റർടൈൻമെൻറ്റ് മസാല പടമാണ്. അതിൽ ചിന്തിക്കാനോ അല്ലെങ്കിൽ ലോജിക്കോ അങ്ങനെയൊന്നും വെച്ചിട്ടുള്ളതല്ല. അപ്പോൾ അതിനെ ഇങ്ങനെ റിവ്യൂ ചെയ്തു വ്യക്തിപരമായിട്ടുള്ള ദേഷ്യങ്ങൾ തീർത്തു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്.